ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ വെക്ടർ കാൽക്കുലസിലെ കുറച്ച് ഫണ്ടമെന്റലായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഫീൽഡുകൾ നിങ്ങൾ വെക്ടർ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ മറന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഞാൻ ബ്രീഫായിട്ട് ഒന്ന് പറയാം. ഫീൽഡ് രണ്ട് തരമാണുള്ളത്. നമ്മൾ ഫീൽഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? രണ്ട് തരത്തിലാണ് ഫീൽഡുകൾ ഉള്ളത്. ഒന്ന് സ്കാലാർ ഫീൽഡും മറ്റേത് വെക്റ്റർ ഫീൽഡും. സ്കാലാർ ഫീൽഡും ഉണ്ട്, വെക്റ്റർ ഫീൽഡും ഉണ്ട്. എന്താണ് സ്കാലാർ ഫീൽഡ്, എന്താണ് വെക്റ്റർ ഫീൽഡ്? നമ്മൾ ഫീൽഡ് എഴുതുമ്പോൾ ഫീൽഡ് എക്സ്പ്ലെയിൻ ഒക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാവും. ഇക്വേഷനിൽ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ സംതിങ് എക്സ് വൈ സെറ്റ് ക്യൂബ് അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഐ ക്യാപ് പ്ലസ് സംതിങ് ജെ ക്യാപ് പ്ലസ് സംതിങ് സെറ്റ് ക്യാപ്, ഇങ്ങനെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ ഞാൻ അങ്ങനെ എഴുതുക, E ഈക്വൽ ടു 1/4πε0 Q/r². ഇതൊരു സ്കാലർ ഫീൽഡ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ആർ കേപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു ഡയറക്ഷനാണ്. ഇപ്പൊ ഇത് വെക്റ്റർ ഫീൽഡാണ്. ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്റ്റർ ഫീൽഡാണ്. അതായത് ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫീൽഡ് വെക്റ്റർ ഫീൽഡാണ്, ഡയറക്ഷൻ ഇല്ലെങ്കിൽ അത് സ്കാലർ ഫീൽഡാണ്. അപ്പോൾ ഡയറക്ഷണൽ ഫീൽഡിനെയാണ് ഐ ജെ കെ എന്ന് പറഞ്ഞ ഡയറക്ഷൻ കമ്പോണന്റ്. ഐ ജെ കെ തന്നെ ആവണമെന്നില്ല, ആർ തീറ്റ ഫൈ എന്ത് ഉപയോഗിക്കാം. സ്ഫിരിക്കലിലെ ഡയറക്ഷൻ ആയാലും സിലിണ്ടറിക്കലിന്റെ ഡയറക്ഷൻ ആയാലും ഡയറക്ഷൻ ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനാണ് നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്ന് പറയാം. സ്കാലർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല, അതിനാണ് നമ്മൾ സ്കാലർ ഫീൽഡ് എന്ന് പറയാം. ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല, അതിനാണ് നമ്മൾ സ്കാലർ ഫീൽഡ് എന്ന് പറയാം. ഇനി ഇതിൽ ഏത് ഫീൽഡായിരിക്കും നമുക്ക് ചെയ്യാൻ എളുപ്പം? ഓഫ്കോഴ്സ് നമുക്ക് ചെയ്യാൻ എളുപ്പം സ്കാലർ ഫീൽഡ് ആയിരിക്കും. വെക്റ്റർ ആകുമ്പോൾ നമ്മൾ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ നോക്കണം, അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡയറക്ഷൻ ആലോചിച്ച് ചെയ്യണം. അതാകുമ്പോൾ കണ്ണും പൂട്ടി ചെയ്യാം, നമ്മൾ കണക്ക് ചെയ്യുന്ന പോലെ കണ്ണും പൂട്ടി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ചെയ്യാൻ എളുപ്പം സ്കാലർ ഫീൽഡാണ്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് എന്തോ ആയിക്കോട്ടെ ഒക്കെ വെക്റ്റർ ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഈ ഫീൽഡിലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം എന്ന് പറഞ്ഞാൽ ഡെല്ലാണ്. ഡെൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റീവ് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്, പക്ഷെ 3 ഡയമെൻഷനിലായിരിക്കും. അതായത് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്. ഇതിനാണ് നമ്മൾ ഡെൽ എന്ന് പറയാം. ഇതൊരു വെക്ടർ ആണോ? ഡയറക്ഷൻ ഉണ്ടല്ലേ? ഡയറക്ഷൻ ഉണ്ട്. ഐ ജെ കെ ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷനിലെല്ലാം വെക്ടർ ആണ്. എന്താണ് വെക്ടർ? വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷൻ വേണം. ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ? മാഗ്നിറ്റ്യൂഡ് ഇല്ല. ഇതിന് ജസ്റ്റ് ഇതിന് അർത്ഥമില്ല, അർത്ഥമൊന്നുമില്ല ഇതിന്. ഇത് നമ്മളൊരു സാധനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫീൽഡിനെ നമ്മൾ ഇട്ട് കൊടുത്താൽ അയാൾ അതിനെ ഡെറിവേറ്റ് ചെയ്യും. ഡെറിവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഉത്തരം തരും. അപ്പൊ ഇയാൾക്ക് അർത്ഥമില്ല. ഇയാൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ അതിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് ഒരു റിസൾട്ട് തരും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഇയാൾക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് അർത്ഥമൊന്നുമില്ല. ഇത് വെക്ടർ ഒന്നുമല്ല. വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. അയാൾക്ക് ഡയറക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ഇല്ല. അപ്പൊ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഫീൽഡിനെ കൊടുത്താൽ അയാൾ അതിന് മുകളിൽ വർക്ക് ചെയ്തിട്ട് റിസൾട്ട് തരും. അപ്പൊ ഇയാൾക്ക് സ്വന്തമായ ഒരു ഒന്നുമില്ല. ഇയാൾക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇയാളെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇയാൾ ഒരു എന്തെങ്കിലും ഫീൽഡ് കൊടുത്ത് അതിന്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പൊ ഡെല്ലിന് ഡയറക്ഷൻ ഉണ്ട്, വെക്ടർ ഫീൽഡിലും ഡയറക്ഷൻ ഉണ്ട്, സ്കെയിലർ ഫീൽഡിലും ഡയറക്ഷൻ ഇല്ല. ക്ലിയർ ആയല്ലോ? നമുക്കറിയാം, രണ്ട് വെക്ടർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, രണ്ട് വെക്ടർ ഫീൽഡ് അല്ല, രണ്ട് വെക്ടർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഗുണിക്കാൻ പറ്റും. വെക്ടറുകൾ തമ്മിൽ ഗുണിക്കാനൊന്നും പറ്റില്ല. വെക്ടറുകൾ തമ്മിൽ രണ്ട് കാര്യങ്ങളാണ് പോസിബിൾ. ഒന്ന് സ്കാലർ പ്രൊഡക്റ്റ്, ഒന്ന് വെക്ടർ പ്രൊഡക്റ്റ്. അത് രണ്ടിനും ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ? രണ്ട് വെക്ടർ തന്നു കഴിഞ്ഞാൽ രണ്ട് വെക്ടറിന് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇവ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം, അതിന് നമ്മൾ സ്കാലർ പ്രൊഡക്റ്റ് എന്ന് പറയും. എന്തുകൊണ്ടാണ് സ്കാലർ എന്ന് പറയുന്നത്? ഡോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം രണ്ട് വെക്ടർ ആണ്. ഡോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം സ്കാലർ ആണ്. അതൊരു വെക്ടർ ആയിരിക്കില്ല, ഒരു നമ്പർ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ സ്കാലർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടും കൂടി ക്രോസ് ചെയ്യാം, നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് എ ഒരു വെക്ടർ ആണ്, ബി ഒരു വെക്ടർ ആണ്. നമുക്ക് എ ക്രോസ് ബി ചെയ്യാം ഡിറ്റർമിനന്റ് ഒക്കെ കണ്ടിട്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരു വെക്ടർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നോക്കുക, ഡെല്ലിന് ഡയറക്ഷൻ ഉണ്ട്, വെക്ടറിനും ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവ രണ്ടും തമ്മിൽ നമുക്ക് ഡോട്ട് ചെയ്യാൻ പറ്റും അല്ലെ? രണ്ട് വെക്ടർ പോലെ വിചാരിക്കുക, ഇത് എ ആണ്, ഇത് ബി ആണ്, രണ്ട് വെക്ടർ അല്ലേ? അപ്പൊ എ ഡോട്ട് ബി ചെയ്യുന്ന പോലെ നമുക്ക് ഈ വെക്ടറിന് പേര് കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു ബി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി എനിക്ക് ഡോട്ട് ചെയ്യാം. രണ്ടും കൂടി ഡോട്ട് ചെയ്താൽ എങ്ങനെ വരിക? ഡെൽ ഡോട്ട് ബി എന്ന് പറയും. ഇതിനാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയാം. ഡൈവേർജൻസ്. ഡോട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ഇതൊരു നമ്പർ നിങ്ങൾക്ക് കിട്ടുക. ഇത് ഒരു സ്കാലർ ആവും. ഒരു
സ്കെയിലർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുക ഡെൽ ഡോട്ട് വി. ഇനി അപ്പൊ രണ്ട് വെക്ടറുകൾ തമ്മിൽ ഡോട്ട് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെൽ ക്രോസ് വി എന്ന് പറയും. ഇതിനാണ് നമ്മൾ കേൾ എന്ന് പറയാം. രണ്ട് ക്രോസിന്റെ ഉത്തരം എന്തായാലും ഒരു വെക്ടർ ആയിരിക്കും. ഓക്കെ അല്ലേ? വെക്ടർ ആയിരിക്കും. അപ്പം വെക്ടർ ഫീൽഡിനെ നമുക്ക് ഡെല്ല് കൊണ്ട് ഒന്നെങ്കിൽ ഡോട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോട്ട് അല്ലെങ്കിൽ ക്രോസ് ഏതെങ്കിലും ഒന്നേ പറ്റൂ. ഡോട്ട് ചെയ്ത് കിട്ടുന്ന ഉത്തരം സ്കെലർ ആയിരിക്കും, ക്രോസ് ചെയ്ത് കിട്ടുന്ന ഉത്തരം വെക്ടർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി സ്കെലർ ഫീൽഡ്. സ്കെലർ ഫീൽഡിന് ഡയറക്ഷൻ ഇല്ല, ഇയാൾക്ക് ഡയറക്ഷൻ ഇല്ല, അതൊന്നും നമുക്ക് ഡോട്ട് ചെയ്യാൻ പറ്റില്ല. ഡോട്ട് ചെയ്യണമെങ്കിൽ ഡയറക്ഷൻ വേണം, രണ്ടിനും ഡയറക്ഷൻ വേണം, എന്നാലും ഡോട്ട് ചെയ്ത് പോവുള്ളൂ. അതുകൊണ്ട് ഡോട്ട് ചെയ്യാൻ പറ്റില്ല. ക്രോസ് ചെയ്യാനും പറ്റില്ല, ക്രോസ് ചെയ്യാനും രണ്ട് വെക്ടർ തമ്മിലേ പറ്റൂ. അപ്പൊ ഇയാൾക്ക് ഡയറക്ഷൻ ഇല്ല, അപ്പൊ ക്രോസ് ചെയ്യാനും പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ജസ്റ്റ് ഡെറിവേറ്റ് ചെയ്യാം. ഇത് ഇതിന്റെ ഇപ്പൊ സ്കെലർ ഫീൽഡിന് എഫ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഈ ഡെല്ലിനെ കൊണ്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രേഡിയന്റ് എന്നാണ് പറയാം. ഇങ്ങനെയാണ് ചെയ്യാം, ഡെൽ എഫ്, ഡെൽ എഫ്. അപ്പൊ എഫിന് ഡയറക്ഷൻ ഇല്ല, അത് സ്കെലർ ആണ്. പക്ഷെ അതിന്റെ മുകളിൽ ഞാൻ ഡെല്ല് ചെയ്താണ്, ഡോട്ടും ക്രോസും അല്ല, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയാം. ഗ്രേഡിയന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം വെക്ടർ ആയിരിക്കും, വെക്ടർ ഫീൽഡ് ആയിരിക്കും. എഫ് സ്കെലർ ആണ്, ഡെൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം വെക്ടർ ആയിരിക്കും, ആ ഉത്തരം വെക്ടർ ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഡെൽ ഡോട്ട് വെക്ടർ ഫീൽഡിന്റെ മുകളിൽ ഡൈവേർജൻസ് കാണാം, കേൾ കാണാം. ഡൈവേർജൻസ് കണ്ടാൽ കിട്ടുന്ന ഉത്തരം സ്കെലർ ആണ്, കേൾ കണ്ടാൽ കിട്ടുന്ന ഉത്തരം വെക്ടർ ആണ്. ഇനി സ്കെലർ ഫീൽഡിന്റെ മുകളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ, ആകെ ചെയ്യാൻ പറ്റിയ ഗ്രേഡിയന്റ് കാണുകയാണ്. ഡോട്ടും ക്രോസും ചെയ്യാൻ പറ്റില്ല. ആ ചെയ്ത് കിട്ടുന്ന ഉത്തരം വെക്ടർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങൾ വെക്ടർ വെക്ടർ നോക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ഒരു രണ്ട് സാധനങ്ങളുണ്ട്, അത് എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മളതിനെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫീൽഡുകൾ പഠിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ അതിനൊരു അക്രോണിമോ എന്തോ ഒരു സാധനമുണ്ട്, നിമോണിക്സ് ഉണ്ട്. അതായത് അതിന്റെ പേര് CGS DC വോൾട്ടേജ് എന്നാണ് പറയുക. CGS DC വോൾട്ടേജ്, CGS DC വോൾട്ടേജ്. കേൾ, കേൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾ ഓഫ് ഗ്രേഡിയന്റ്, കേൾ ഓഫ് ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് ആരാ കാണാൻ പറ്റുക? സ്കെലാറിനാണ് ഗ്രേഡിയന്റ് കാണാൻ പറ്റും. അപ്പോൾ കേൾ ഓഫ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ ഈസ് 0. കേൾ ഓഫ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ ഈസ് ആൾവേസ് 0. അത് ലോ ആണ്, മാത്തമാറ്റിക്കൽ പ്രൂഫ് ഉണ്ട് അതിന് ആണ്. അതുപോലെ തന്നെ ഡൈവർജൻസ് ഓഫ് കേൾ ഓഫ്, കേൾ എന്തിനെ കാണാൻ പറ്റും? വെക്ടർ ഫീൽഡ് മാത്രമേ കേൾ കാണാൻ പറ്റൂ. അപ്പോൾ ഡൈവർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്ടർ ഈസ് 0. ഓക്കെ അല്ലേ? അതിന്റെ അർത്ഥം എന്താ? കേൾ ഓഫ്, ഇപ്പൊ കേൾ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ്, കേൾ ഓഫ് ഗ്രേഡിയന്റ്, ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ, ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ. ഒന്ന് നോക്കി നോക്ക്, എഫ് സ്കെലാർ ആണ്, പക്ഷെ ഗ്രേഡിയന്റ് കണ്ടാൽ അത് വെക്ടറായി. വെക്ടറായി, വെക്ടർ ആണെങ്കിൽ പിന്നെ എനിക്ക് അതിന്റെ മുകളിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ സംഭവം ഫണ്ടമെന്റലി കറക്റ്റ് ആണ്. എഫ് സ്കെലാർ ആണ്, ഗ്രേഡിയന്റ് കണ്ടപ്പോൾ അത് വെക്ടറായി. ആ വെക്ടറിന് മുകളിൽ ഞാൻ കേൾ കണ്ടു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം 0 ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കെലാർ ഫീൽഡ് എടുക്കുക, അതിന്റെ ഗ്രേഡിയന്റ് കാണുക, അതിന് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് നോക്കുക, ഉത്തരം 0 ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു വെക്ടർ ഫീൽഡ് എടുക്കുക, ഏതെങ്കിലും ഒരു വെക്ടർ ഫീൽഡ് എടുക്കുക, അതിനെ കേൾ ചെയ്യാം, അതിനെ കേൾ ചെയ്യാം. അപ്പൊ എന്തായിരിക്കും ഉത്തരം? കേൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എപ്പോഴും വെക്ടർ ആയിരിക്കും. വെക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ ഡൈവർജൻസ് കാണാം, അല്ലെ? വെക്ടർ ഫീൽഡിന് മുകളിൽ ഡൈവർജൻസ് കാണാം. അപ്പൊ നിങ്ങൾക്ക് അതിന് മുകളിൽ ഡൈവർജൻസ് കണ്ടു നോക്കാം. ഉത്തരം നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? 0 ആയിരിക്കും കിട്ടുക. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. CGS DC വോൾട്ടേജ്, കേൾ ഓഫ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ ഈസ് ആൾവേസ് 0. ഡൈവർജൻസ് ഓഫ് കേൾ ഓഫ് എ വെക്ടർ ഈസ് ആൾവേസ് 0. ഇത് ഓർമ്മയിൽ വേണം, ഓർമ്മയിൽ വേണം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ വിചാരിക്കാം ഒരു ഇന്റഗ്രൽ sin x dx എന്തായിരിക്കും ഉത്തരം? ഇത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? ഓഫ് കോഴ്സ് എക്സിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുക. എന്താണ് ഉത്തരം? cos x ആണ്, അല്ലെ? cos x ആണ്. ഇപ്പൊ വിചാരിക്കുകയാണ് ഇതിന് ഞാനൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ കൊടുത്താലോ, അതായത് ഇന്റഗ്രൽ ഞാൻ പറയാണ് r to p sin x dx എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന്റെ ഉത്തരം എന്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും? എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കുമോ? ആവില്ല. കാരണം sin x dx ഇന്റഗ്രൽ എന്താ? cos x ആണ്. പക്ഷേ ഞാൻ ആ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ലിമിറ്റ് കൊടുക്കണ്ടേ? അപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും?
ആദ്യം എക്സിന് പി എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. പിന്നെ അവിടെ എക്സ് ഇല്ല. എക്സിന് ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? പിയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താ വരിക? കോസ് പി മൈനസ് കോസ് ആർ ആണ് വരിക. അപ്പൊ എന്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും? പിയുടെയും ആറിന്റെയും ഫംഗ്ഷൻ ആയിരിക്കും. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ആറുടെ ഫംഗ്ഷൻ ആയിരിക്കും, പിയുടെയും ആറിന്റെയും ഫംഗ്ഷൻ ആയിരിക്കും. വേറെന്ന് പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to ഇൻഫിനിറ്റി വരെ. ഇത് എന്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും? ഇത് ടിയുടെ ഫംഗ്ഷൻ ആണ് അല്ലെ? സംഭവം ടിയുടെ ഫംഗ്ഷൻ ആണ്. ഞാൻ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ടിയുടെ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുക. ആ ഫംഗ്ഷനിൽ ഞാൻ ടിയെ ആരൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യും? 0യും വെച്ച് ഇൻഫിനിറ്റിയും വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ 0 വെച്ച് കഴിഞ്ഞാൽ ടി ഒക്കെ പോകും. ടിക്ക് വരെ അവിടെ 0 വരും. പിന്നെ ഇൻഫിനിറ്റി വയ്ക്കും. അപ്പോൾ അവിടെ ടി ഒക്കെ പോകും. അവിടെ നമ്പറാണ്, രണ്ടും ഓരോ നമ്പറുകളാണ്. അപ്പോൾ അവിടെ നമ്പറൊക്കെ പോകും. പിന്നെ ആരുടെ വേരിയബിൾ ഉള്ളത്? അതായത് എഫ് ഓഫ് ടി റേസ്റ്റ് മൈനസ് എസ് ടി ചെയ്ത് എനിക്ക് ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷനിൽ ടി ഉണ്ടായിരിക്കും. ആരൊക്കെ ഉണ്ടാവും? ടി ഉണ്ടാവും, എസ് ഉണ്ടാവും അല്ലെ? എന്നിട്ട് ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടീനെ ഞാൻ 0യും ഇൻഫിനിറ്റി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ പിന്നെ ടി ഉണ്ടാവില്ല. ടിക്ക് വരെ 0 ഇൻഫിനിറ്റി വരും. രണ്ട് നമ്പർ വരും. അപ്പൊ ടി എന്ന് പോയി കിട്ടും. പിന്നെ ആരെ ബാക്കി എന്തായിരിക്കും ഫംഗ്ഷൻ ഉണ്ടാവുക? എസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഫംഗ്ഷൻ എസിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇതിനെ നമ്മള് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കാം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഫ്രം 0 to r. നമുക്ക് ഇ ഡോട്ട് ഡി എൽ വേണ്ട, ഇ ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഈ എക്സിന്റെ ഫംഗ്ഷൻ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ ഞാൻ എക്സിനെ ആരൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യും? ആറും 0യും വെച്ച് റീപ്ലേസ് ചെയ്യും. ആറും 0യും വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 0 വെച്ച് റീപ്ലേസ് ചെയ്താൽ പിന്നെ അവിടെ എക്സ് ഉണ്ടാവില്ല. പിന്നെ എക്സ് ഞാൻ 6 വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഇതിൽ ആറിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇത് എന്തായാലും ഒരു ആറിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ചെയ്തു വരുന്നത് അവസാനം ആറിന്റെ ഫംഗ്ഷൻ ആണ് കിട്ടും. അപ്പൊ ഇതും ഓർമ്മയിൽ വേണം. ഇനിയൊന്നുമില്ല, നമുക്ക് നേരിട്ട് പ്രോജക്റ്റിലോട്ട് കിടക്കാം, നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ഡെൽ ക്രോസ് ഇ 0 നമ്മൾ ചെയ്തായിരുന്നു. ഡെൽ ക്രോസ് ഇ 0 നമുക്ക് കിട്ടി. കേൾ ഓഫ് എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് 0 നമുക്ക് കിട്ടിയതായിരുന്നു. ഇനിയിപ്പോ ഞാൻ വിചാരിക്കുകയാണ് മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഫ്രം എ റെഫറൻസ് പോയിന്റ് ഒ. ഇത് ഒ ആണ്, 0 അല്ല. റെഫറൻസ് പോയിന്റ് ഒ ടു ആർ. ഇപ്പൊ ഈ എക്സിന്റെയും വൈ സെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ഡിയിലും എക്സിന്റെയും വൈ ഫംഗ്ഷൻ ആണ്. അപ്പൊ അവസാനം ഞാൻ എക്സിന്റെ വൈനൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യും. ഓയും ആറും വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഈ കിട്ടുന്ന ഉത്തരം ഒരു പുതിയ ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷൻ ഞാൻ വി എന്ന് പറയുന്നു. അത് എന്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും? അത് ഓയിന്റെയും ആറിന്റെയും ഫംഗ്ഷൻ ആയിരിക്കണം. പക്ഷെ ഞാൻ ഓ ഒരു പ്രത്യേക ഓ ആണ് എടുക്കുക. അതായത് ചെയ്തു വരുമ്പോൾ ആ ഓ ഉത്തരത്തിൽ ഉണ്ടാവില്ല, ആറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കുകയാണ്. ഇതായിരിക്കും എന്ന് പറയാണ് ഇന്റഗ്രൽ ഒ ടു ആർ ഇ ഡോ ഡി എൽ ഈക്വൽ ടു വി ഓഫ് ആർ. എന്തുകൊണ്ട് ഓ വരുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നും. അത് സംശയം മാറും. ഇത് പ്രോബ്ലം ചെയ്തുകൊണ്ട് പോയി കിട്ടും. നമ്മൾ അങ്ങനത്തെ ഒരു വാല്യൂ ആണ് അവിടെ എടുക്കുക. അപ്പോൾ അവസാനം ചെയ്ത് വരുമ്പോൾ ആ വാല്യൂ അതിനകത്ത് ഉണ്ടാവില്ല. ഇന്റഗ്രൽ ഒ ടു ആർ ഇ ഡോ ഡി എൽ ഈക്വൽ ടു വി ഓഫ് ആർ. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പോ ഒരു പോയിന്റ് ഉണ്ട് ഓ, ഒരു പോയിന്റ് ഉണ്ട് എ. ഓയിൽ നിന്നും എയിലോട്ട് എങ്ങനെയാ ലൈൻ ഇന്റഗ്രൽ കാണാം? ഇ എന്ന് പറഞ്ഞ ലൈൻ ഇന്റഗ്രൽ എങ്ങനെ കാണാം? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഫ്രം ഒ ടു എ. നെഗറ്റീവ് ഉണ്ട്. ഇതെന്തായിരിക്കും ഉത്തരം? നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒ ടു ആർ വി ഓഫ് ആർ ആണെങ്കിൽ ഒ ടു എ വി ഓഫ് എ ആയിരിക്കും അല്ലെ? പിന്നെ അവിടെ നിന്ന് കണ്ടാ പോകുന്നത് ഓന്ന് എയിലോട്ട് പോയി. ഇവിടെ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഞാൻ ഓയിൽ നിന്ന് ബിയിലോട്ട് പോവാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഒ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഇതിനകത്ത് എത്രയായിരിക്കും? ബി ഓഫ് ബി ആയിരിക്കും അല്ലെ? ജസ്റ്റ്
ഇവിടെ നമ്മള് ആറാണ്, ഇവിടെ ആറാണ്, ഇവിടെ ബി ആണ്, ജസ്റ്റ് പേര് മാറ്റി അത്രയേ ഉള്ളൂ, വി ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇന്റഗ്രൽ 0 to e dot dl v of a ആണ്, മൈനസ് ഇന്റഗ്രൽ 0 to b dot dl v of b ആണ്. അങ്ങനെയാണെങ്കിൽ v of b മൈനസ് v of a എന്തായിരിക്കും? v of b മൈനസ് v of a എന്തായിരിക്കും? ഇതിന്ന് ഇത് കുറയ്ക്കുക, അതായത് ഇതിന്ന് ഇത് കുറയ്ക്കുക. അപ്പൊ ഇതിന്ന് കുറച്ച് എന്താ കിട്ടുക? ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ 0 to b e dot dl മൈനസ് ഇത് കുറയ്ക്കുക, അത് എത്രയാ? മൈനസ് 0 to a e dot dl. മൈനസ് മൈനസും കൂടി എന്തായി? പ്ലസ് ആയി. അപ്പൊ എന്ത് കിട്ടി? വി ഓഫ് ബി മൈനസ് വി ഓഫ് എ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ 0 to b e dot dl പ്ലസ് 0 to a അല്ലേ? അതായത് ഞാൻ ഓയിൽ നിന്ന് എയിലോട്ടാണ് പോകുന്നത്. ഞാൻ പറയാണ്, ഞാനൊന്ന് മാറ്റുകയാണ്, ഞാൻ പറയാം, ഞാൻ പോകുന്നത് ഇങ്ങോട്ടല്ലേ പോരുന്നത്, ഞാൻ എയിൽ നിന്ന് ഓയിലോട്ട് വരികയാണ്. അപ്പൊ ഇന്റഗ്രൽ എന്താവും? എ ടു ഒ, എന്തിനാ അങ്ങനെ മാറ്റുന്നത് മനസ്സിലാവും, എ ടു ഒ ഇ ഡോട്ട് ഡി എൽ ആവും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണത് അല്ലെ? ഇങ്ങോട്ടാണ് പോരുന്നത്, ഞാൻ തിരിച്ചു വന്നു, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണത്. അപ്പൊ ഇത് പ്ലസ് ആയിരുന്നു, അപ്പൊ എങ്ങനെ ആകുമ്പോൾ എന്താവും? മൈനസ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടിടത്തും മൈനസ് ഉണ്ട്, മൈനസിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്താ വരിക? രണ്ടിടത്തും മൈനസ് ഉണ്ട്, മൈനസ് ഇതാത് എഴുതി എ ടു 0 ഇ ഡോട്ട് ഡി എൽ പ്ലസ് 0 അല്ല, ഓ ആണ് കേട്ടോ, ഒ ടു ബി ഇ ഡോട്ട് ഡി എൽ നായി അല്ലേ? ഈക്വൽ ടു വി ഓഫ് ബി മൈനസ് വി ഓഫ് എ. ഇതെന്താ പറയുന്നത്? ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എയിൽ നിന്ന് ഞാൻ ആദ്യം ഓയിലോട്ട് വരുന്നു, എയിൽ നിന്ന് ഓയിലോട്ട് വരുന്നു, ഓയിലെത്തി. ഇനി ഓയിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകുന്നു? ബിയിലോട്ട് വരുന്നു അല്ലേ? എവിടെയും നിൽക്കുന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ആണ്. എയിൽ നിന്ന് ഓയിലോട്ട് വരുന്നു, ഓയിൽ നിന്ന് ബിയിലോട്ട് വരുന്നു. ഇത് നമ്മൾ ഒറ്റയടിക്ക് എങ്ങനെ പറയാം? എയിൽ നിന്ന് ഓയിലോട്ട് വരുന്നു, ഓയിൽ നിന്ന് ബിയിലോട്ട് വരുന്നു. ഇത് പറയാൻ ഒറ്റയടിക്ക് പറയാം, എങ്ങനെ പറയാം? മൈനസ് ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ അല്ലേ? ഈക്വൽ ടു വി ഓഫ് ബി മൈനസ് വി ഓഫ് എ അല്ലേ? ഇതാണ് സംഭവം. വി ഓഫ് ബി മൈനസ് വി ഓഫ് എ ഇത് എവിടെയും കണ്ടിട്ടുണ്ടോ? അത് ഞാൻ മായ്ക്കുകയാണ്. വി ഓഫ് ബി മൈനസ് വി ഓഫ് എ, വി ഓഫ് ബി മൈനസ് വി ഓഫ് എ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്തിനാണ് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എ ടു ബി എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലെ? ഇന്റഗ്രലും ഡെറിവേറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് കിട്ടും. എഫ് ഓഫ് എക്സ് ഫ്രം ബി ടു എ ടു ബി എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ക്ലാസ് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഡെൽ വി ഡോട്ട് ഡി എൽ എവിടെ നിന്നുണ്ട്? എ ടു ബി. ഡെൽ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് തന്നെയാണ് അല്ലെ? ഡെറിവേറ്റീവ് തന്നെയാണ്. അതിൽ 3 കമ്പോണന്റ് ഉണ്ടാവുന്നുള്ളൂ. ഞാൻ 3 ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ? ഡി എൽ എല്ലാവർക്കും ബാധകമാണ്, 3 ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഡെറിവേറ്റീവ് തന്നെയാണ്. ഇത് 3 ഡയമെൻഷനിൽ ആകുമ്പോൾ നമ്മൾ ഡെൽ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇന്റഗ്രലും ഡെറിവേറ്റീവ് കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ശരിക്കും ഇത് വി തന്നെയാവും, വി ഓഫ് ബി മൈനസ് വി ഓഫ് തന്നെ വരും. അപ്പോൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണത്, കൺഫ്യൂഷൻ ആകുന്നത്. ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. എന്താ പറയുന്നത്? ഇക്വേഷൻ നോക്കുക, എന്താ പറയുന്നത്? ഈ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി എൽ ഉണ്ട്, ഇവിടെ ഡി എൽ ഉണ്ട്. അപ്പൊ രണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഓരോ സാധനം തന്നെയാണ് ഡി എൽ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ലിമിറ്റ് എയിൽ നിന്ന് ബിയിലോട്ടാണ്, എയിൽ നിന്ന് ബിയിലോട്ടാണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും ഒരേ പിക്ചർ ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഇത് രണ്ടും ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് ഇതാവണമെന്നെങ്കിൽ ഈ എന്താവണം? മൈനസ് ഡെൽ വി ആവണം. അല്ലെങ്കിൽ ഡെൽ വി ഈക്വൽ ടു എന്താവണം? മൈനസ് ഇ ആവണം. അല്ലെങ്കിൽ ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി ആവണം. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? മൈനസ് ഡെൽ വി എന്ന് എഴുതാം അല്ലെ? ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഒരു കാര്യം പറയാനുണ്ട്. ഡെൽ ക്രോസ് ഇ എന്താ?
ഞാൻ കഴിഞ്ഞ ക്ലാസ് പ്രൂവ് ചെയ്തത് ഡെൽ ക്രോസ് ഇ എന്താ, നമ്മളെ കുറച്ച് പ്രൂഫ് ഒക്കെ ചെയ്തു. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് 0 ആവുന്നത് അല്ലെ? എപ്പോഴും എല്ലാ സ്കാലർ ഫീൽഡും 0 ആണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ എന്താ പറയാ വെക്ടർ ഫീൽഡും 0 ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് 0 ആവുന്നത്? നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽ വി ആണ്. അപ്പൊ ഞാൻ എന്തിടും? ഇക്ക് വരാം അവിടെ ഡെൽ ക്രോസ് ഇക്ക് വരാം മൈനസ് ഡെൽ വി അല്ലെ? വി എന്താണ്? സ്കെലർ ആണോ വെക്ടർ ആണോ? ചോദിക്കാൻ പറഞ്ഞു. വി സ്കെലർ ആണോ വെക്ടർ ആണോ? ഡെല്ല് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? സ്കെലർ ആയിരിക്കണം അല്ലെ? സ്കെലർ ഫീൽഡ് മാത്രമേ ഡെല്ല് ചെയ്യാൻ ഗ്രേഡിയന്റ് കാണാൻ പറ്റും. കേൾ ഓഫ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലർ, കേൾ ഓഫ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലർ. ഇതെന്തായാലും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് 0 ആയിട്ടുള്ള കാരണം എന്താ? നിങ്ങൾ ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്, നിങ്ങൾ ഇ എന്ന് വിളിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതോ ഒരു വി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഗ്രേഡിയന്റ് ആയിരുന്നു. അപ്പൊ ഇത് ഏതോ ഒരു സ്കെലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ആണിത്. അപ്പൊ ആ ഗ്രേഡിയന്റിനെ പിടിച്ചാൽ നമ്മൾ കേൾ ചെയ്യുന്നത്. അത് നമുക്ക് എന്തായാലും 0 ഉത്തരം കിട്ടുക. അതുകൊണ്ടാണ് നമുക്ക് അവിടെ 0 ഉത്തരം കിട്ടാനുള്ള കാരണം. ഓക്കെ അല്ലേ? അതാണ് നമുക്ക് 0 കിട്ടാനുള്ള കാരണം. അപ്പോൾ അതാണ് ഈ പറയുന്നത് ഡെൽ ക്രോസ് ഈക്വൽ ടു 0. കേൾ ഓഫ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലർ ഈസ് 0. അതുകൊണ്ടാണ് ഈ ഇ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഡെൽ വി ആണ്. അപ്പൊ നിങ്ങൾ ഏത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടാലും അത് ഏതെങ്കിലും ഒരു സ്കെലാർ ഫംഗ്ഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ അതിന്റെ കേൾ കിട്ടേണ്ട കാര്യം കേൾ 0 ആയിരിക്കും. ഓൾറെഡി മാത്സ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 0 കിട്ടിയത് കേട്ടോ. ഇനി ഈക്വൽ 0. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഡെൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ തന്നെയാട്ടോ, 3 ഡയമെൻഷൻ ആണെന്നുള്ളൂ. ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഈ വി യുണീക്ക് ആയിരിക്കും അവിടെ നിന്നുണ്ടോ? നേരത്തെ പറഞ്ഞു ഇപ്പോ sin x cos x ഈക്വൽ ടു d/dx ഓഫ് സംതിങ്. ഇതെന്തായിരിക്കും? ഇത് sin x തന്നെ വേണമെന്നുണ്ടോ? ഒരു കുട്ടി sin x എന്ന് പറയും, വേറൊരു കുട്ടി sin x plus 100 എന്ന് പറയും, വേറൊരു കുട്ടി എന്താ പറയാ sin x plus ABCDEFG ഫുള്ള് പറയും, x ഒഴികെ. അപ്പൊ എന്ത് വേണേ പറയാം, ഡെറിവേറ്റീവ് എന്തെങ്കിലും കിട്ടുക cos x ആണ് കിട്ടുക. അതായത് ഉത്തരം പല ഉത്തരങ്ങളായിരിക്കും അല്ലെ? sin x വരാം, ചിലർക്ക് sin x ആണ്. അത് നമുക്ക് വിഷയമല്ല, നമുക്ക് ഡെറിവേറ്റീവ് ചെയ്താൽ cos x കിട്ടും. അപ്പൊ ഏത് ഉത്തരം വേണേ എനിക്ക് ചൂസ് ചെയ്യാം, കാരണം എനിക്ക് cos x ഉത്തരം കിട്ടിയാൽ മതി അല്ലെ? അതുപോലെ പൊട്ടൻഷ്യൽ ആർക്കും കാണാം, പൊട്ടൻഷ്യൽ നമുക്കൊക്കെ കാണാം. കുറെ പൊട്ടൻഷ്യൽ ഒരു അതായത് ഇപ്പോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ പലർക്കും പല ഉത്തരം കിട്ടാം. പക്ഷെ പൊട്ടൻഷ്യൽ വലിയ കാരണം പൊട്ടൻഷ്യൽ യൂണീക്ക് അല്ല. പൊട്ടൻഷ്യൽ പലതും കിട്ടും. പക്ഷെ നമുക്ക് പൊട്ടൻഷ്യൽ കാണാനൊന്നും പറ്റില്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കലി മെഷർ ചെയ്യുന്ന സാധനം എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയാൽ മതി. അപ്പോ വി യൂണീക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വി ആവശ്യമില്ല. നമുക്ക് എന്തിനാണ് വി? ഡെറിവേറ്റീവ് ഈ കണ്ടുപിടിക്കാനാണ് അല്ലെ? അപ്പോ വി എന്തോ ആയിക്കോട്ടെ, വി യൂണിക്കൊന്നും ആവണ്ട. നമ്മൾ വിയുടെ എക്സാക്ട് വാല്യൂ നമ്മൾ ഒരിക്കലും വില കൊടുക്കുന്നില്ല. നമ്മളെ ഡെറിവേറ്റ് ചെയ്യും, എന്നിട്ട് ഈ കണ്ടുപിടിക്കും. അതിനാണ് ഈ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക. എന്തുകൊണ്ട് ഇതാണ് എളുപ്പം? കാരണം എന്താ? ഞാൻ പറഞ്ഞു ഈ എന്താണ്? ഈ ഒരു വെക്ടർ ഫീൽഡാണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെലാർ ഫീൽഡാണ്. അപ്പോ എപ്പോഴും സ്കെലാർ ഫീൽഡിന് ഇപ്പോൾ വെക്ടർ ഫീൽഡ് ആഡ് ചെയ്യാനും കൂട്ടുന്നൊക്കെ വെക്ടർ അഡീഷൻ ഒക്കെ യൂസ് ചെയ്യണം അല്ലെ? പക്ഷേ സ്കെലാറിനൊന്നും വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധനത്തിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. കാരണം സ്കെലാർ ആണ്, പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പൊ അതെനിക്ക് സൈൻ തീറ്റ കൂട്ടണ്ട, എന്താ പറയാ, വെക്ടർ കാൽക്കുലസ് ഒന്നും ചെയ്യണ്ട. വെക്ടറിന്റെ പരിപാടിയൊന്നും, വെക്ടർ കാൽക്കുലസ് അല്ല, എനിക്ക് വെക്ടറിന്റെ ഒരു പരിപാടിയും ചെയ്യണ്ട അല്ലെ? ജസ്റ്റ് സ്കെലാർ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡെറിവേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇത് ഇത്ര പവർഫുൾ ആയിട്ടൊരു ഫോർമുലയായി മാറുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വി യൂണീക്ക് ആയിരിക്കില്ല. വി യൂണീക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആണ്. ഈ കണ്ടുപിടിക്കാൻ വി ഡെറിവേറ്റീവ് മതി. അതുകൊണ്ട് വി ഒരിക്കലും യൂണീക്ക് ആവേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത പറയുന്നത് പോയിസൺസ് ഇക്വേഷൻ ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ.
പോയിസൺ ഇക്വേഷൻ ലാപ്ലേസ് ഇക്വേഷൻ ആണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? E ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് കിട്ടി അല്ലെ. നമുക്ക് ഗോസസ് ലോ ഓൾറെഡി അറിയാം. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു ഗോസസ് ലോ ഇൻ റോ ബൈ എപ്സിലോൺ നോട്ട് അല്ലെ. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ നോട്ട്. നമുക്കതറിയാം എന്താണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ നോട്ട്. ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഓക്കെ, ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ നോട്ട്. ഇ അല്ലേ ഇത് അല്ലെ, ഇ എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽ വി എന്ന് അറിയാം. അപ്പൊ ഡെൽ ഡോട്ട് ഈക്വൽ റോ ബൈ എപ്സിലോൺ 0. അപ്പൊ ഇക്ക് പറയാൻ എന്ത് കൊടുക്കും? മൈനസ് ഡെൽ വി കൊടുക്കും. ഇ കൊടുക്കാം, രണ്ടും ഒന്നാണ് അല്ലെ. എന്താ പറയും? ഡെൽ ഡോട്ട് മൈനസ് ഡെൽ വി ഈ മൈനസ് ഇത് മൈനസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ നോട്ട്. ഈ മൈനസ് ഞാൻ അപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഡെൽ ഡോട്ട് എൽ എന്താ? ഡെൽ സ്ക്വയർ ആണ് അല്ലെ. ഡെൽ ഡോട്ട് ചെയ്താൽ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ നോട്ട്. ഇതിനാണ് നമ്മൾ എന്ന് പറയാ പോയിസൺ ഇക്വേഷൻ എന്ന് പറയാം. പോയിസൺസ് ഇക്വേഷൻ. ഇനി അതായത് എൽ എച്ച് എസ് ഉണ്ട്, ആർ എച്ച് എസ് ഉണ്ട്. എൽ എച്ച് എസ് ഡെൽ സ്ക്വയർ ബി ആണ്, ഒരു ഡെല്ലിന് സ്ക്വയർ ആണ്. ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു ആർ എച്ച് എസ് ആണെങ്കിൽ അതിനാണ് പോയിസൺസ് ഇക്വേഷൻ എന്ന് പറയാം. ഈ ആർ എച്ച് എസ് 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലാപ്ലേസ് ഇക്വേഷൻ. അപ്പോൾ ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലാപ്ലേസ് ഇക്വേഷൻ. അപ്പൊ എപ്പോഴാണ് ഡെൽ സ്ക്വയർ ബി 0 ആവുക? റോ 0 ആയാൽ മതി. സോ then റോ ഈക്വൽ ടു 0. റോ ഈക്വൽ ടു 0 ആണെങ്കിൽ പോയിസൺ ഇക്വേഷൻ ആയിട്ട് മാറും, ലാപ്ലേസ് ഇക്വേഷൻ ആയിട്ട് മാറും. ശരി, അത്രയേ ഉള്ളൂ.